നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഗർഭിണികളാവുമ്പോ ഛർദിയൊക്കെ സ്വാഭാവികമല്ലേ? ഇതങ്ങനെയല്ല ദേവേട്ട, പെട്ടെന്നുണ്ടായതാ. മോക്ക് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല ഡോക്ടറെ ഒന്ന് കാണിച്ചാലോ? അതാ ഞാനും ആലോചിച്ചേ. എന്തായാലും നാളെ രാവിലെ ആവട്ടെ. അമ്മേ, ഇന്ന് ഇവിടെ ഒരു സംഭവം നടന്നു. എന്താടാ? അമ്മേ, മാനസ ഭാവനയുടെ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്കതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും എന്തോ പന്തികേടുള്ളത് പോലെ. നീ ടെൻഷൻ അടുപ്പിക്കാത്ത കാര്യം എന്താ വെച്ചാ പറ. അജയനങ്ങളും ആന്റിയും കൂടി എന്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ടെന്നോ മാനസ പറഞ്ഞത്. ഈശ്വര, ഞാൻ എന്താ ഈ കേട്ടത്? മാനസമോൾ അങ്ങനെ പറഞ്ഞോ? അതെ ആന്റി. അച്ഛനും അമ്മയും കൂടി പറയുന്നത് ഞാൻ കേട്ടതാ. എന്താ അവരെന്താ പറഞ്ഞത്? ഏലസ് വിദ്യ ഫലിച്ചില്ലെന്നും ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ പോകുമെന്നും പറയുന്ന കേട്ടു. ദേ ആന്റി, ഇതാണ് ആ ഏലസ്. ഒറ്റ തവണയെ ഇതിന് ഫലസിദ്ധി ഉള്ളൂന്നാ പറഞ്ഞ്. ഞാൻ ചോദിച്ചപ്പോ രണ്ടാളും ഉരുണ്ട് കളിക്കായിരുന്നു. ആന്റി, അയ്യോ, എന്താ പറ്റേ? ഒന്നുമില്ല ദേവേട്ട, പെട്ടെന്ന് കേട്ടപ്പോ വല്ലാതെ വന്നു. ആന്റി, ഇതിന് പിന്നില് മറ്റാരൊക്കെയോ ഉണ്ട്. അച്ഛനും അമ്മയും സ്ഥിരമായി പുറത്തു പോയി ആരെയോ കാണുന്നുണ്ട്. അതെ ആന്റി, ഞാനും കണ്ടിട്ടുണ്ട്. ഇതിലൊന്നും വലിയ കാര്യമില്ല ജയ. ഇല്ല ദേവേട്ട, ഇതുപോലുള്ള ചതിയുടെ കഥകള് പണ്ട് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആന്റി, ഞാനൊരു കാര്യം പറഞ്ഞാ എല്ലാവരും കേൾക്കണം. ഇനി അച്ഛനും അമ്മയും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഞാൻ അവരെയും കൊണ്ട് തിരിച്ചു പോവാം. ഏയ് വേണ്ട മാനസ, നീ എങ്ങും പോണ്ട. നിന്നെങ്ങനെ വിടാനും പറ്റില്ല. നിന്റെ ഭാവി ഞങ്ങളുടെ സ്വപ്നോ? ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. അങ്ങനെ പറയില്ലേ മോളെ. ഇന്നും ഇത്തരം ചതികൾ ചെയ്യുന്ന ദുർമന്ത്രവാദികളുണ്ട്. ഒരിക്കലും അന്ധവിശ്വാസമല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചാമ്പിള്ള തൈലം പോലുള്ള എന്തോ ഉപയോഗിച്ച ഇത്തരം മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നാ പിന്നെ അങ്കിളിനെ ആന്റിയും വിളിച്ച് ചോദിച്ചാലോ? അത് വേണ്ട സൂര്യ, മാനസമോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. തൽക്കാലം ബുദ്ധിപൂർവ്വം അജയനും പ്രസീത ഇവിടുന്ന് മാറ്റാം. അതൊക്കെ വേണോ? ഈ വിഷയം ഗൗരവമായിട്ട് എടുക്കണോ? എന്നെ കുറിച്ച് പറഞ്ഞെന്ന് വ്യക്തമായിട്ട് മാനസ കേട്ടില്ലല്ലോ. ഈ വീട്ടില് ഭാവനയില്ലാതെ പിന്നെ ആരാ ഗർഭിണിയായിട്ടുള്ളത്? അല്ല, പിന്നെ എന്തിനാ അവര് എന്നെ കണ്ടപ്പോ സംസാരം നിർത്തിയത്? അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം മോളെ. ആന്റി, വെറും സംശയത്തിന്റെ പുറത്ത് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. മാനസിക്കും അത് വിഷമമായിരിക്കും. അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം രണ്ടുപേരെ ഇവിടുന്ന് മാറ്റി നിർത്തണം. എന്തിനാണെന്ന് അവരറിയണ്ട. ഈ പറഞ്ഞത് കറക്റ്റാ. മോളെ, നീ പോയി അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് വാ. ആന്റി എന്തു പറയാൻ പോകുന്നു? ആദ്യം ഏട്ടനെ ഏട്ടത്തെയും വിളിച്ചിട്ട് വാ. ശരി ആന്റി. ജയ, എന്താ നിന്റെ പ്ലാൻ? എന്തായാലും അവര് വരട്ടെ. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പറ്റില്ല. ഈ അജയനെന്താ ഇങ്ങനെ ആയിപ്പോയേ? നിന്റെ പെരുമാറ്റത്തിൽ ഒരു സംശയവും തോന്നാതെ ശ്രദ്ധിക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം ദേവേട്ട. എന്താ ജയേ, എന്തിനാ വരാൻ പറഞ്ഞേ? ജയ, മച്ചമ്പി, എന്താ കാര്യം? ജയ പറയും. ഏട്ടാ,
ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വിളിപ്പിച്ച്. എന്താ ജയ പറ. നാളെ തന്നെ ഏട്ടൻ ഏട്ടത്തെയും കൂട്ടി നാട്ടിലേക്കൊന്ന് പോണം. നാട്ടിലേക്കോ? അതെ, നിലമ്പൂരില്. നമ്മുടെ ഫാക്ടറിയിലെ മാനേജർ ലീവില്. തൽക്കാലം ആ സ്ഥാനത്ത് ഏട്ടൻ തുടരണം. ഞാൻ പറഞ്ഞിട്ട് മടങ്ങി വന്നാ മതി. എന്താ, പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? നാളെ തന്നെ പോണോ? അതെ, പറ്റിയ ഇന്ന് രാത്രി തന്നെ പോണം. എന്താ അച്ഛാ, ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ? അങ്കിളിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനും ഭാവനയും മാനസയും കൂടെ പോവാം. അയ്യോ അത് വേണ്ട, ഞങ്ങള് പൊയ്ക്കോളാം. നാളെ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ പൊയ്ക്കോളാം. നിങ്ങൾ പൊയ്ക്കോ. അപ്പൊ അവിടുത്തെ മാനേജരോ? അയാളെ ഞാൻ അവിടുന്ന് മാറ്റിക്കോളാം. ഇപ്പൊ എനിക്ക് വലുത് ഭാവന മോളുടെ വയറ്റിലെ കുഞ്ഞ്. മാനസമോളെ കരുതിയ ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇല്ലെങ്കിൽ ഈ രാത്രി തന്നെ ഞാൻ അവരെ നാട് കടത്തിയെന്നെ. എനിക്ക് മനസ്സിലാവും ആന്റി. ആന്റി സോറി. നീ എന്തിനു സോറി പറയണം? മോളെ, മോൾ ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി. വാ. ആന്റി, ഞാൻ മുറിയിൽ കിടന്നോളാം. പറ്റില്ല, എന്റെ കൂടെ കിടക്ക്. ദേവേട്ട, മോൾ ഇന്ന് നമ്മുടെ മുറി കിടക്കും. ദേവേട്ടൻ ഗസ്റ്റ് റൂമിൽ കിടന്നാ മതി. ആ ശരി. ഭാവന, അമ്മ പറയുന്ന പോലെ കേൾക്ക്. മോൻ പോയി കിടന്നു. മോളെ, നീയും ചെല്ലേ. മോള് വാ. അജയനാണല്ലോ. എന്തോ നല്ല ന്യൂസ് ആവും. ആ ഹലോ അജയ, എന്തായി? എന്തെങ്കിലും? അമ്പാലിയെ, ഞാൻ ഏറ്റ കാര്യം നാളെ നടത്തും. നാളെ തന്നെ ഭാവനയുടെ ഗർഭം ഞാൻ കലക്കും. ആണോ? എന്താ ചെയ്യാൻ പോന്നേ? ചുടലഭദ്രന്റെ ഏലസ് വിദ്യ ഫലിക്കാത്തടത്ത് അജയന്റെ വിദ്യ ഫലിപ്പിക്കും. ആ, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, പക്ഷേ ഭാവനയുടെ ഗർഭം കലങ്ങണം. ആ, അവൾ എന്നെ സന്തോഷിക്കാനേ പാടില്ല. ഓക്കെ അമ്പാലികെ, എല്ലാം സക്സസ് ആവുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓ ശരി അജയ.